ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൊട്ടി റെസിപ്പിയാണ്. ഒരുപാട് ലെയറോട് കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ബാക്കി വന്ന ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വന്നതോ ചൂട് ചോറോ ഏതായിരുന്നാലും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ചോറിട്ട് കൊടുത്ത അതേ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ബട്ടർ ഉരുക്കിയത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും മണമില്ലാത്ത ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ചോറ് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ പറ്റി പിടിച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ കൈവച്ചിട്ട് തുടച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. ജാറിലേക്ക് വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്, അപ്പോൾ ഇതിന്റെ പരുവം തെറ്റിപ്പോവും. ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കാതെ ആദ്യം തന്നെ കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇനി ഇതിലേക്ക് എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളത്തിന്റെ കുറവുണ്ട്. 1/2 കപ്പിന്റെ മെഷർമെന്റ് കപ്പിൽ ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാവിനിപ്പോൾ ഇത്രയും വെള്ളം മതിയായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടർ ഉരുക്കിയതോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്നിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പരന്ന പാത്രത്തിലിട്ടിട്ടോ നല്ലപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതേ അളവിൽ ഈ മാവിന് കുറച്ചായിട്ട് എടുത്തിട്ട് മുഴുവനായും ബോൾസാക്കി ഇതുപോലെ മാറ്റുന്നുണ്ട്. ഇതുപോലെ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലോ എണ്ണയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാം ഞാൻ ഇതേപോലെ തന്നെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തി എടുക്കണം. എത്രത്തോളം വലിച്ചു പരത്തിയെടുക്കാവോ അത്രയും നന്നായിട്ട് പരത്തിയെടുക്കുക. ഇപ്പൊ ഇതിന് പ്രത്യേകിച്ച് ആകൃതിയോ ഷേപ്പോ ഒന്നും തന്നെ വേണ്ടതില്ല. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. ബട്ടർ ഉരുക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു മാവിന്റെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ മടക്കാം. അതുപോലെ മറ്റേ അറ്റത്ത് നിന്നും മടക്കാം. എന്നിട്ട് വീണ്ടും കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിന്റെ ഈ ഒരു 2 അറ്റം ഒന്നുകൂടി മടക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും ഈ ഒരു ബോർഡിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മാവ് കൂടി നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാനുണ്ട്. അതുകൂടി ചേർത്ത് ഫില്ല് ചെയ്തെടുക്കുമ്പോഴാണ് ഇത് ഒരുപാട് ലെയർ ആയിട്ടുള്ള ഒരു അടിപൊളി റൊട്ടി റെഡിയായി കിട്ടുന്നത്. ഇപ്പൊ ഞാനിവിടെ ഈ മാവും ഇതുപോലെ നന്നായിട്ട് വലിച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നേരത്തെ നമ്മൾ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിനെ ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം കൂടി നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും നല്ലപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്നുകൂടി പരത്തിയെടുക്കണം. ഇതുപോലെ സ്ക്വയർ ആയിട്ട് തന്നെ പരത്തിയെടുക്കുക. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം ഇത് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുത്താൽ മതി. അങ്ങനെ നമുക്കിതിനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഈ ഒരു വലിപ്പത്തിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലെയറോട് കൂടിയിട്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതാണ്.
ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വേവിച്ചെടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഭാഗവും കൂടി 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താലേ ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇതുപോലെ ചുട്ടെടുക്കാൻ നേരത്ത് എണ്ണ വേണ്ടെന്നുള്ളവർക്ക് എണ്ണ ഒഴിവാക്കിയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കുമ്പോഴാണ് ഇതിന് പ്രത്യേകമായിട്ട് ലെയറൊക്കെ എടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടൊക്കെ കിട്ടുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. 1-2 മിനിറ്റിന് ശേഷം ആ ഒരു ഭാഗം കൂടി വെന്ത് കിട്ടുമ്പോൾ ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ ചുട്ടെടുത്ത് ഇവിടെ ഞാനൊരു ബോർഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ലെയറൊക്കെ ഒന്ന് ഇളകി കിട്ടാനായിട്ട് നമ്മുടെ സാധാരണ പൊറോട്ടയൊക്കെ ഒന്ന് കൈവച്ചിട്ട് അടിച്ചെടുക്കുന്ന കണക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ ദാ ഒരുപാട് ലെയർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റൊട്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടും ലെയർ ആയിട്ടുമാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.